ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ശീമച്ചക്ക കൊണ്ടുള്ള ഒരു ബജിയാണ് തയ്യാറാക്കുന്നത്. ഈ ബജി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കടച്ചക്ക ബജി ഉണ്ടാക്കാനായിട്ട് നീളത്തിനാണ് ഞാൻ കടച്ചക്ക കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേ ഷേപ്പിനാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് വിരവി വെച്ച് കൊടുക്കാം. ബജി ഉണ്ടാക്കാനുള്ള കടലമാവാണ്. ആവശ്യത്തിന് എടുത്താൽ മതിയാവും. ഞാനൊരു 100 ഗ്രാമിന് വേണ്ടിയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂണാണ് ഇട്ടത്. ഒരു 1/4 സ്പൂൺ കായപ്പൊടി ഇടാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതിയാകും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കട്ട കിട്ടാതെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേ രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കാനുള്ളത്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചു. ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് വെച്ച ശീമച്ചക്കയുടെ പീസുകൾ മാവിലേക്ക് മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് മുക്കി ഇട്ട് കൊടുക്കാം. എല്ലാ പീസുകളും ഇട്ട് കൊടുക്കാം. എല്ലാ വെജിയും നല്ലതുപോലെ മുരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി നല്ലതുപോലെ വേവട്ടെ. ശീമച്ചക്ക വെജി ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിൽ ഞാൻ വെളുത്തുള്ളി ചേർത്തത് ഈ ശീമച്ചക്ക കഴിക്കുമ്പോൾ ചിലർക്ക് വായുവിൻ്റെ കോപമുണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്തത്. വെജി നല്ലതുപോലെ മുരിഞ്ഞു വന്ന് നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ തയ്യാറാക്കിയാൽ ശീമച്ചക്ക കഴിക്കാത്തവരും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.